നമസ്കാരം. ഒത്തിരി കുട്ടികൾ കേരളത്തിൽ നിന്നും കർണാടകത്തിൽ, അത് മൈസൂർ ആയിക്കോട്ടെ, ബാംഗ്ലൂര്, മംഗലാപുരം, മാണ്ഡ്യ, ഹസൻ പോലുള്ള വിവിധ നഗരങ്ങളിൽ വിവിധ നഴ്സിംഗ് കോളേജുകളിൽ ഒത്തിരി കുട്ടികൾ BSc നഴ്സിംഗ് പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ കർണാടകത്തിൽ BSc നഴ്സിംഗ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഈച്ച് ആൻഡ് എവറി കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട വീഡിയോ ആണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് കർണാടകത്തിലെ KEA, കർണാടക എക്സാമിനേഷൻ അതോറിറ്റി കണ്ടക്ട് ചെയ്യുന്ന CET എക്സാം ത്രൂ ആണ് കർണാടകത്തിലുള്ള എല്ലാ കോളേജുകളിലോട്ടും മലയാളികളടക്കം നോൺ കർണാടക കാൻഡിഡേറ്റ്സിന് ഒക്കെ അഡ്മിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. അത് KEA വഴി മാത്രമേ ഇനി പറ്റത്തുള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് KEA ത്രൂ കർണാടകത്തിൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെ അണ്ടറിൽ വരുന്ന കോളേജസിൽ അഡ്മിഷൻ എടുക്കേണ്ട ഇപ്പോൾ ഈ അടുത്ത് പുറത്തു വന്നിട്ടുള്ള 2025 ഏറ്റവും പുതിയ പ്രോസ്പെക്ടസ് അനലൈസ് ചെയ്യാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. ആദ്യം തന്നെ ആഫ്റ്റർ +2 മലയാളം എന്ന് പറഞ്ഞ നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സ്വാഗതം. അപ്പോൾ കർണാടകത്തിൽ BSc നഴ്സിംഗ് പഠിക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിൽ ഒന്നാമത്തെ കാര്യം സീറ്റുകളുടെ എണ്ണം വളരെ കുറവാണ് കമ്പയറിംഗ് ടു കർണാടക. കർണാടകത്തിൽ 45,000-ഓളം സീറ്റുകളാണ് BSc നഴ്സിംഗിന് മാത്രമുള്ളത്. കേരളത്തിലാണെന്നുണ്ടെങ്കിൽ 9,500 സീറ്റ് മാത്രമേ കേരളത്തിലുള്ളൂ. ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ്. അതുപോലെ തന്നെ കേരളവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിലുള്ള പല കോളേജുകളിലേറെ ഏറ്റവും ടോപ്പ് ലെവലിൽ പേഷ്യൻ്റ് എക്സ്പോഷറും ഹോസ്പിറ്റൽ ഫെസിലിറ്റീസും ഫാക്കൽറ്റീസും ഒക്കെ ഉള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒത്തിരി കോളേജസ് കർണാടകത്തിലുണ്ട്. അതാണ് രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ്. പിന്നെ കമ്പയറിംഗ് ടു ഫീസ് നോക്കുമ്പോൾ കേരളത്തിൽ മാനേജ്മെന്റ് സീറ്റോ അല്ലെങ്കിൽ NRI സീറ്റിനൊക്കെ പഠിക്കേണ്ട ഫീസിന്റെ പകുതി പൈസ മതി കർണാടകത്തിൽ BSc നഴ്സിംഗ് പഠിച്ചിറങ്ങാൻ. അപ്പോൾ 2022 ശേഷം INC ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിംഗിന്റെ ഉത്തരവ് പ്രകാരമാണ് കർണാടക സ്റ്റേറ്റിൽ BSc നഴ്സിംഗ് എന്ന് പറയുന്ന കോഴ്സ് അവർ KCETയുടെ അണ്ടറിലോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ കർണാടകത്തിൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് RGUHS എന്ന് പറയും. RGUHSന്റെ അണ്ടറിൽ ഒത്തിരി കോളേജസ്, 500-ലധികം കോളേജസ് ആണ് നഴ്സിംഗിന് അവൈലബിൾ ആയിട്ടുള്ളത്. RGUHS എന്ന് പറയുന്നത് ഇന്ത്യയിലെ ലാർജസ്റ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇതുപോലത്തെ മെഡിക്കൽ കോഴ്സസിന് സെപ്പറേറ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നിട്ടുള്ളത് RGUHS ആണ്. അതുപോലെ തന്നെ കർണാടക സ്റ്റേറ്റ് ആണ്. അതുപോലെ തന്നെ ഈ യൂണിവേഴ്സിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് 1996, ഏകദേശം 28 വർഷത്തെ പഴക്കമുള്ള യൂണിവേഴ്സിറ്റിയാണ് RGUHS എന്ന് പറയുന്നത്. RGUHSന് ACയുടെ അംഗീകാരമുണ്ട്, അതുപോലെ തന്നെ UGCയുടെ അംഗീകാരമുണ്ട്. കർണാടകത്തിൽ ബാംഗ്ലൂരാണ് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഒരു ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ കേരളത്തിലെ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങുന്ന അതേ വാല്യൂയോട് കൂടി നമ്മുടെ കേരളത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് കർണാടകത്തിലും BSc നഴ്സിംഗ് പഠിച്ചിറങ്ങാൻ പറ്റും. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് യൂണിവേഴ്സിറ്റി അപ്രൂവൽ ഉണ്ടോ നോക്കണം. രണ്ടാമത്തെ കാര്യം ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിംഗിന്റെ അപ്രൂവൽ ഉണ്ടോ നോക്കണം. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം കർണാടക നഴ്സിംഗ് കൗൺസിലിംഗിന്റെ അപ്രൂവൽ ഉണ്ടോ നോക്കണം. ഈ 3 കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് കർണാടകത്തിൽ നഴ്സിംഗ് പഠിക്കാൻ പോകുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും ടോപ്പ് മെഡിക്കൽ കോളേജസ് പരമാവധി സെലക്ട് ചെയ്യാൻ നോക്കുക. കർണാടകത്തിൽ ഒത്തിരി നല്ല മെഡിക്കൽ കോളേജ് ഉണ്ട്. കെമ്പഗോഡ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, രാമയ്യ, വൈദേഹി, സെന്റ് ജോൺസ് അല്ലെങ്കിൽ ഫാദർ മുള്ളേഴ്സ്, JSS യൂണിവേഴ്സിറ്റി കോളേജ്, ഇതുപോലെ ഒത്തിരി മെഡിക്കൽ കോളേജസ് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെ അണ്ടറിൽ വരുന്നുണ്ട്. അല്ലാതെ ഡീംഡ് യൂണിവേഴ്സിറ്റീസും ഉണ്ട്. അപ്പോൾ കർണാടകത്തിൽ ഇപ്പോൾ ഏത് കോളേജിൽ നഴ്സിംഗ് പഠിക്കണം എന്നുണ്ടെങ്കിൽ CET എക്സാം മാൻഡേറ്ററി ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ അടുത്തായിട്ട് പുറത്തു വന്നിട്ടുള്ള കർണാടക എക്സാമിനേഷൻ അതോറിറ്റി പുറത്തു വിട്ടിട്ടുള്ള അവരുടെ 2025 പ്രോസ്പെക്ടസിൽ മലയാളി കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓൾറെഡി ഇതിന്റെ ആപ്ലിക്കേഷൻ തുടങ്ങിയിട്ടുണ്ട്. ഫെബ്രുവരി 18 ഇതിന്റെ ആപ്ലിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ആദ്യം തന്നെ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ തരാം. KEA-CET എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ കീമ് പോലെ തന്നെ കർണാടകത്തിലെ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ഫാർമസി, അവിടെയുള്ള മെഡിക്കൽ, പാരാമെഡിക്കൽ പോലുള്ള കോഴ്സസ് അവിടുത്തെ കുട്ടികൾക്ക് അവിടെ മെറിറ്റിൽ അഡ്മിഷൻ കിട്ടാനുള്ള ഒരു വിൻഡോ ആണ് KEA-യുടെ CET എന്ന് പറയുന്നത്. CET വഴി അവർ എഞ്ചിനീയറിംഗിനും ആർക്കിടെക്ചറിനും ഫാർമസി പോലുള്ള കോഴ്സസിനൊക്കെ അവർ അഡ്മിഷൻ കൊടുക്കുന്നത് പണ്ട് മുതലേ കൊടുത്തു വരുന്നത് KEA-CET വഴിയാണ്. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന മലയാളി കുട്ടികൾ KEA-യുടെ പ്രോസ്പെക്ടസിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. KEA-യുടെ പ്രോസ്പെക്ടസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്യാം. നമ്മുടെ യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ അതിന്റെ പ്രോസ്പെക്ടസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ www.kea.kar.nic.in എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്, നോൺ കർണാടക കാൻഡിഡേറ്റ്സ് ഹു രജിസ്റ്റർ ഫോർ CET ആൻഡ് ഓപ്റ്റ് മെഡിക്കൽ, ഡെന്റൽ, ആയുഷ് ആൻഡ് BSc നഴ്സിംഗ് കോഴ്സസ് ഇൻ ദ ആപ്ലിക്കേഷൻ will be assigned clause Y
ഫോർ സീറ്റ് അലോട്ട്മെന്റ്. അതായത് നമുക്ക് കേരളത്തിലെ കുട്ടികൾക്ക്, കന്നഡകളായിട്ടുള്ള കുട്ടികൾക്കല്ലാത്ത കുട്ടികളെല്ലാവരും രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ക്ലോസ് വൈയിൽ കൊടുക്കണം. കഴിഞ്ഞ വർഷം പല കുട്ടികളുടെ എലിജിബിലിറ്റി ക്ലോസ് മാറിയതുകൊണ്ട് അഡ്മിഷൻ വരെ കിട്ടാത്ത അവസ്ഥയിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ് ക്ലോസ് വൈയിലോട്ട് നമ്മൾ എല്ലാവരും അപ്ലൈ ചെയ്യുമ്പോൾ ക്ലോസ് വൈയിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വർഷം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂല. നോട്ട് എലിജിബിൾ ഫോർ CET 2025 പ്രീവിയസ് ഇയർ സീറ്റ് അലോട്ട് ചെയ്ത കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ വർഷത്തെ എലിജിബിലിറ്റി നമുക്ക് കിട്ടത്തില്ല, നമുക്കത് കൊടുക്കാൻ പറ്റില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ മൊബൈൽ നമ്പർ. നമ്മൾ CETക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്വന്തം മൊബൈൽ നമ്പർ വഴി അപ്ലൈ ചെയ്യുക. വേറെയുള്ള എഡ്യൂക്കേഷൻ കൺസൾട്ടൻസോ അല്ലെന്നുണ്ടെങ്കിൽ വേറെയുള്ള തേർഡ് പാർട്ടീസോ അവരുടെ അക്ഷയ സെന്റേഴ്സ് ആയിക്കോട്ടെ, കഫേസ് ആയിക്കോട്ടെ, അവരുടെ മൊബൈൽ നമ്പറിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ആപ്ലിക്കേഷൻ ചെയ്യരുത്. പിന്നീട് അത് മോഡിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ വരുത്തുന്നത് ശ്രദ്ധയിൽ പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അലോട്ട്മെന്റിനെ അത് ബാധിക്കും. അപ്പോൾ മൊബൈൽ നമ്പർ വാലിഡ് ആയിട്ടുള്ള, ആധാറായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള, OTP വരാൻ സാധ്യതയുള്ള, നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ, കോൺടാക്ട് നമ്പറും ഇമെയിൽ ഐഡിയും പ്രത്യേകം കൊടുക്കണം. അതുപോലെ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട് സിലബസ് എന്ന് പറയുന്നത് കോമൺ എൻട്രൻസ് ടെസ്റ്റ് 2025 CETയുടെ സിലബസിന്റെ എല്ലാ വിഷയങ്ങളുടെ സിലബസും ഞാൻ താഴെ PDF ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആൻഡ് ബയോളജി എന്ന് പറയുന്ന 4 വിഷയങ്ങളാണ് KEA എക്സാമിന് ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾ നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി മാത്രം എഴുതിയാൽ മതി. അതല്ലാതെ മാത്തമാറ്റിക്സ് നിങ്ങൾ എഴുതേണ്ട കാര്യമല്ല. അതായത് നഴ്സിംഗ് പഠിക്കുന്ന കുട്ടികൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി മാത്രം എഴുതിയാൽ മതി. ഇതാണ് സിലബസിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ BSc നഴ്സിംഗ്, അതായത് KEA ത്രൂ വർഷങ്ങളായിട്ട് ഒത്തിരി കോഴ്സുകൾക്ക് അവിടെ അഡ്മിഷൻ കൊടുക്കാറുണ്ട്. BSc നഴ്സിംഗ്, ഫിസിയോതെറാപ്പി, പ്രോസ്തറ്റിക്സ് ആൻഡ് ഓർത്തറ്റിക്സ്, റീനൽ ഡയാലിസിസ് ടെക്നോളജി, അനസ്തീഷ്യ ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് കെയർ ടെക്നോളജി, BSc ഇമേജിംഗ് ടെക്നോളജി, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, ന്യൂറോ സയൻസ് ടെക്നോളജി, ഒപ്റ്റോമെട്രി, പെർഫ്യൂഷൻ ടെക്നോളജി, BSc റേഡിയോതെറാപ്പി, റെസ്പിറേറ്ററി കെയർ ടെക്നോളജി, എമർജൻസി, അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, റേഡിയോളജി ടെക്നോളജി, ബാച്ചുലർ ഓഫ് ഓഡിയോളജി, ബാച്ചുലർ ഓഫ് ഒക്യുപ്പേഷണൽ തെറാപ്പി, BSc മെഡിക്കൽ റെക്കോർഡ് ടെക്നോളജി, പിന്നെ ബാച്ചുലർ ഓഫ് പബ്ലിക് ഹെൽത്ത്, ബാച്ചുലർ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, പിന്നെ BPharm, PharmD. ഇത്രയും കോഴ്സുകൾക്കാണ് KEA CET വഴി പാരാമെഡിക്കൽ അല്ലെങ്കിൽ മെഡിക്കൽ സെക്ടറിൽ അപേക്ഷ നൽകാൻ പറ്റുക. പക്ഷേ ഈ ഒരു കോഴ്സുകൾക്കൊന്നും നമുക്ക് ഒരു റിസർവേഷനോ കാര്യങ്ങളോ ഉണ്ടാവില്ല. കേരള കുട്ടികൾക്ക് അപേക്ഷ നൽകേണ്ടത് നഴ്സിംഗിന് മാത്രമാണ്. അതല്ലാത്ത വരുന്ന പാരാമെഡിക്കൽ കോഴ്സുകളുടെ കോട്ട മൊത്തം പോകുന്നത് കന്നഡ കുട്ടികൾക്കാണ്. നഴ്സിംഗ് എന്ന് പറയുന്നത് ഇതിലോട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബിക്കോസ് ഓഫ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ഇതിന് പ്രത്യേകം റൂള്, എല്ലാ സ്റ്റേറ്റും പൊതുവായിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാം കൊണ്ടുവരണം എന്നുള്ള റൂള് വന്നു. ഇത് മാത്രമല്ല, KEA വഴി കർണാടകത്തിലുള്ള കുട്ടികൾക്ക് ഒരുപാട് എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകളും നമ്മുടെ നാട്ടിൽ കീം എഴുതിയിട്ട് MBBSനും BDSനും ആയുർവേദക്കും ഹോമിയോക്കും സിദ്ധക്കും അതുപോലെ തന്നെ അഗ്രികൾച്ചർ, വെറ്റിനറി, ഫോറസ്ട്രി, ഫിഷറീസ് പോലുള്ള അലൈഡ് സയൻസ് കോഴ്സുകൾക്കൊക്കെ കീം വഴിയാണല്ലോ അഡ്മിഷൻ പോകുന്നത്. അതേപോലെ കന്നഡ കുട്ടികൾ നീറ്റ് എക്സാം എഴുതി അവിടെ MBBS ഉൾപ്പെടെ, ഡെന്റൽ ഉൾപ്പെടെ, ആയുഷ് ഉൾപ്പെടെ എല്ലാ കോഴ്സുകൾക്കും, എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് KEA CET എക്സാം എഴുതിയിട്ട് അല്ലെങ്കിൽ ഫാർമസിക്ക് KEA CET എക്സാം എഴുതിയിട്ടാണ് അവിടെ അഡ്മിഷൻ കിട്ടുന്നത്. പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതേപോലെ തന്നെ KEAയിൽ ഫാം സയൻസ് കോഴ്സസ് ആയിട്ടുള്ളതും വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ബേസിക്കലി മലയാളി കുട്ടികൾക്കുള്ള കോട്ട എന്ന് പറയുന്നത് എക്സ്പെഷ്യലി വരുന്നത് BSc നഴ്സിംഗിന് മാത്രമാണ്. ഇവിടെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്, നോൺ കർണാടക കാൻഡിഡേറ്റ്സ് വിൽ നോട്ട് ബി എലിജിബിൾ ഫോർ റിസർവേഷൻ. ഒരു റിസർവേഷനും നോൺ കർണാടക കാൻഡിഡേറ്റിന് റിസർവേഷൻ ഉണ്ടാവില്ല, ഒരു റിസർവേഷനും ഉണ്ടാവില്ല. നഴ്സിംഗിനായിക്കോട്ടെ മറ്റുള്ള കോഴ്സസിനായിക്കോട്ടെ റിസർവേഷൻ ഇതിൽ വരില്ല. പിന്നെ ഇതിന്റെ കലണ്ടറാണ് കൊടുത്തിട്ടുള്ളത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിന്റെ ഇൻഫോർമേഷൻ ബുള്ളറ്റ് പുറത്തിറങ്ങിയിട്ടുള്ളത് 23/01/2025 അതുപോലെ തന്നെ KEA CET ആപ്ലിക്കേഷൻ, ഓൺലൈൻ ആപ്ലിക്കേഷൻ ആൻഡ് പേയ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 23 ജാനുവരി 2025 ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഫില്ലിംഗ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഫെബ്രുവരി 18 വരെ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ മുമ്പ്, അത് രാത്രി 12 മണി വരെയാണ് KEAയുടെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ. അതുപോലെ തന്നെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള സമയം 7/4/2025 ഏപ്രിൽ 7 ശേഷം ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ വരുന്നത് 16 17 അതുപോലെ തന്നെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് ഡേറ്റ്സ് വിൽ ബി പബ്ലിഷ് ലേറ്റർ. അതായത് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതിന്റെ ഡേറ്റ്
പിന്നീട് KA വെബ്സൈറ്റ് വഴി അറിയുന്നതാണ്. നമ്മുടെ ചാനലിൽ അതിൻ്റെ വീഡിയോ ഇടുന്നതാണ്. KA വഴി ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്ന എല്ലാ കുട്ടികളും നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇനിയിപ്പോൾ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് നമ്മൾ പ്രത്യേകിച്ച് മലയാളി കുട്ടികൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അഡ്മിഷൻ ടു BSc നഴ്സിംഗ് കോഴ്സസ് ത്രൂ കോമൺ എൻട്രൻസ് ടെസ്റ്റ്. ഇതിലെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ആർക്കൊക്കെ KAക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എലിജിബിലിറ്റിയിൽ വരുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് ഇംഗ്ലീഷ് പേപ്പേഴ്സ് ഇൻഡിവിജ്വലി +2 പാസ്സായ കുട്ടികൾക്കാണ് KAക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ മിനിമം 45% മാർക്ക് വേണം. ഇതാണ് ആകപ്പാടുള്ളൊരു കാറ്റഗറി. അതുപോലെ തന്നെ ഇതിൽ വീണ്ടും കൊടുത്തിട്ടുണ്ട് നോൺ കർണാടക കാൻഡിഡേറ്റ്സ് വിൽ നോട്ട് എലിജിബിൾ ഫോർ എനി റിസർവേഷൻ. ഫർദർ നോൺ കർണാടക കാൻഡിഡേറ്റ്സ് will also be not eligible for government share of seats to BSc nursing course through CET, KA CET. അതായത് നോൺ കർണാടക കുട്ടികൾ, മലയാളികളായ കുട്ടികൾക്ക് ഗവൺമെന്റ് ഷെയർ ഓഫ് സീറ്റുകളും കിട്ടൂല. അതുപോലെ തന്നെ ഒരു റിസർവേഷൻ ക്രൈറ്റീരിയയും കർണാടകത്തിൽ കിട്ടില്ല. അപ്പോൾ നമ്മൾ പ്യുവർലി മാനേജ്മെന്റ് സീറ്റ് ആയിക്കോട്ടെ, ഇനിയിപ്പോൾ കർണാടകത്തിൽ ഇപ്പോൾ നമ്മൾ പ്യുവർലി മാനേജ്മെന്റ് സീറ്റ് നോക്കുന്നുണ്ടെങ്കിൽ പോലും KA രജിസ്റ്റർ ചെയ്തിരിക്കണം, എക്സാം എഴുതിയിരിക്കണം. അതല്ലാത്ത അഡ്മിഷന് ചിലപ്പോൾ മേ ബി ഭാവിയിൽ അത് ബാധിക്കാം. ചിലപ്പോൾ നമുക്ക് അഡ്മിഷൻ കിട്ടണം എന്ന് പോലും ഇല്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ സബ്ജക്റ്റുകൾ നോക്കുമ്പോൾ 2025 സബ്ജക്റ്റ്, അതായത് BSc ഇൻ നഴ്സിംഗിൽ ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി എക്സാം KAയുടെ എക്സാം എഴുതുമ്പോൾ സബ്ജക്റ്റ് നോക്കുമ്പോൾ 2025 KA എക്സാം എഴുതുന്ന കുട്ടികൾ ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി മാത്രം എഴുതിയാൽ മതി, മാത്തമാറ്റിക്സ് എഴുതണ്ട. അതാണ് ഇതിൻ്റെ സബ്ജക്റ്റ്. പിന്നെ 16-ാം തീയതി, ഏപ്രിൽ മാസം 16-ാം തീയതിയാണ് ഫസ്റ്റ് സെക്ഷൻ ഓഫ് എക്സാം നടക്കുന്നത്. 16-ാം തീയതി ബുധനാഴ്ച രാവിലെ 10:30 to 11:50 വരെയാണ് ഫിസിക്സിൻ്റെ എക്സാം. ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 60 ആണ്. മാർക്കും 60 മാർക്കാണ്. ഓരോ ചോദ്യത്തിനും 1 മാർക്ക് വെച്ചിട്ടാണ് ഉത്തരം കിട്ടുക. അതുപോലെ തന്നെ 16-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ 3:50 വരെ കെമിസ്ട്രിയുടെ എക്സാം ആണ് വരുന്നത്. ഇതും 60 മാർക്കാണ്. പിന്നെ 17-ാം തീയതി തേഴ്സ്ഡേ 2:30 മുതൽ 3:50 വരെ ബയോളജിയുടെ എക്സാം ആണ്. ഇതും 50 മാർക്കിനാണ് ചോദ്യങ്ങൾ വരിക. അടുത്തത് ഇതിന്റെ സിലബസ് എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സ്പെഷ്യൽഡായിട്ട് ഡിസൈൻ ചെയ്യുന്നത് കർണാടകത്തിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്രീ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ, കർണാടക സ്റ്റേറ്റിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്രീ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള +1 +2 NCERTയുടെ സിലബസ് ആണ് അവർ ചോദിക്കുക. സിലബസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ 60 മാർക്കിന്റെ ചോദ്യ പേപ്പർ 80 മിനിറ്റ് ആണ് നമുക്ക് ടോട്ടൽ ടൈം ഡ്യൂറേഷൻ കിട്ടുന്നത്. അതിൽ 60 മാർക്കിന്റെ ചോദ്യത്തിൽ യഥാർത്ഥത്തിൽ 10 മിനിറ്റ് നമുക്ക് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാനുള്ള സമയമായിരിക്കും. ബാലൻസ് വരുന്ന 70 മിനിറ്റിലാണ് നമ്മൾ 60 ചോദ്യത്തിന് ഉള്ള ഉത്തരം കൊടുക്കേണ്ടത്. അതായത് യഥാർത്ഥത്തിൽ ഒരു ചോദ്യത്തിന് 1 മിനിറ്റിൽ കുറച്ച് സെക്കൻഡ്സ് മാത്രമേ കിട്ടുള്ളൂ ഒരു ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ. പിന്നെ നെഗറ്റീവ് മാർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ ഒരു ചോദ്യത്തിന് 4 ആൻസേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ബോൾ പോയിന്റ് പെന്ന് വെച്ചിട്ടാണ് നമ്മൾ ആൻസർ കൊടുക്കേണ്ടത്. കറക്റ്റായിട്ട് സർക്കിള് എന്ത് ചെയ്യണം, മാർക്ക് ചെയ്യണം. ഇതിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഇതിൽ കൊടുത്തിട്ടുള്ള പോലെ തന്നെ കറക്റ്റായിട്ട് ബോൾ പോയിന്റ് പെന്ന് ബ്ലൂവോ അല്ലെങ്കിൽ ബ്ലാക്കോ വെച്ചിട്ട് കറക്റ്റായിട്ട് നിങ്ങൾ സർക്കിൾ ചെയ്യണം. അപ്പോൾ ഒരു 4 ഓപ്ഷൻസിൽ ഒറ്റൊന്ന് മാത്രമേ കറുപ്പിക്കാൻ പറ്റുള്ളൂ. ടിക്ക് ഇടാനോ ക്രോസ് ചെയ്യാനോ ഡോട്ട് ഇടാനോ ഒന്നും പറ്റില്ല. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കറുപ്പിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്തത് ഓപ്ഷൻ എൻട്രിയുടെ ഇൻസ്ട്രക്ഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ എൻട്രിയുടെ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റൗണ്ടിലോട്ടുള്ള ഓപ്ഷൻ എൻട്രി കൊടുക്കുന്നത് മാത്രമേ നമുക്ക് പിന്നീട് അതിൻ്റെ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. പുതിയ ഓപ്ഷൻസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കത്തില്ല. അതും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഓപ്ഷൻ എൻട്രി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന കോളേജ്, അത് ഏറ്റവും നല്ല കോളേജ് മാത്രം കൊടുക്കുക. കാരണം കർണാടകത്തിൽ ഒത്തിരി കോളേജ് ഉണ്ട്. അതുപോലെ തന്നെ കർണാടകത്തിലുള്ള എല്ലാ കോളേജും നല്ല കോളേജ് അല്ല. അപ്പോൾ മലയാളി കുട്ടികളുള്ള ഫുഡ് ആൻഡ് അക്കോമഡേഷൻ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ല ഫാക്കൽറ്റീസും ഫെസിലിറ്റീസും ഹോസ്പിറ്റലും ഉള്ള പാരമ്പര്യമുള്ള പുതിയ കോളേജിൽ ചേരരുത്. എപ്പോഴും ചേരരുത്. മിനിമം ഒരു 2-3 ബാച്ച് BSc നഴ്സുമാർ പാസ് ഔട്ട് ആയ കോളേജസിൽ മാത്രം പഠിക്കുക. അങ്ങനെ പഠിക്കുമ്പോഴേ നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ലാസ്റ്റ് പറയുന്നത് ഇതിൻ്റെ ക്യാൻസലേഷൻ ഓഫ് സീറ്റ് ആണ്. അതായത് ഇത് കറക്റ്റായിട്ട് വായിച്ചു നോക്കിയാൽ മതി. നമുക്ക് ഇൻ കേസ് നമുക്കൊരു സീറ്റ് ക്യാൻസൽ ആക്കണം, നമുക്കൊരു അലോട്ട്മെന്റ് വഴി ഒരു സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവർ തരുന്ന ലിമിറ്റഡ് ടൈമിൻ്റെ ഉള്ളിൽ മാത്രമേ സീറ്റ് ക്യാൻസൽ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് KAയിലൂടെ വരുന്നത്. ഒന്നാമത്തെ കാര്യം ക്ലോസ് Y എന്ന് പറയുന്ന ക്ലോസിൽ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. രണ്ടാമത് കൃത്യമായിട്ട് ഓപ്ഷൻ എൻട്രി നിങ്ങളുടെ റാങ്കിനും നിങ്ങളുടെ KA മാർക്കിനും അനുസരിച്ച് കൃത്യമായിട്ടുള്ള ഓപ്ഷൻ എൻട്രി നൽകുക. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം എക്സാം എഴുതുന്ന സമയത്ത്
ആയിട്ട് കൃത്യമായിട്ട് എക്സാം മാർക്ക് ചെയ്യുക. പിന്നെ എക്സാം സെന്റേഴ്സ് എന്ന് പറയുന്നത് കേരളത്തിൽ എക്സാം സെന്റർ ഇല്ല KA-ക്ക്. കർണാടക നടത്തുന്ന എൻട്രൻസ് എക്സാം ആയതുകൊണ്ട് നമ്മൾ കർണാടകത്തിൽ പോയിട്ട് എക്സാം എഴുതണം. അപ്പോൾ മുൻകൂട്ടി തന്നെ നമുക്ക് വൺസ് ഹാൾ ടിക്കറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എക്സാം സെന്റർ അതിൽ കാണിക്കും. മുൻകൂട്ടി അത് മംഗലാപുരം ആയിക്കോട്ടെ, ബാംഗ്ലൂർ ആയിക്കോട്ടെ, മൈസൂർ ആയിക്കോട്ടെ, ഇനി വേറെ കർണാടകത്തിലെ ഏത് സ്ഥലമാണെന്നുണ്ടെങ്കിലും മുൻകൂട്ടി നിങ്ങൾ ട്രെയിനോ ബസ്സോ അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ ഫ്ലൈറ്റ് ആ സമയമാകുമ്പോഴേക്കും ഫ്ലൈറ്റ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്ത് വെക്കുക. ഇനി ടാക്സി ആണോ കാറാണോ അതൊക്കെ നിങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കണം. കാരണം ഏത് സമയത്താണ് നമുക്ക് ആ സമയത്ത് ഇത് ഒത്തിരി 25,000-ഓളം കുട്ടികളെ കഴിഞ്ഞ വർഷം KA എഴുതാൻ പോയത് കേരളത്തിൽ നിന്ന്. ഔട്ട് ഓഫ് അതായത് നോൺ കർണാടക കുട്ടികൾ 25,000-ത്തിലധികം കുട്ടികൾ KA കഴിഞ്ഞ പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ബേസിക് ആയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ട് 2025 KA CET-യുടെ ഇൻഫോർമേഷൻ ബുള്ളറ്റിംഗ് അല്ലെങ്കിൽ പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. KA-യുടെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് തെറ്റുകൂടാതെ നൽകാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യുക. കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഒരു തെറ്റുകൂടാതെയും ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. ഞങ്ങളുടെ ടീം അത് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കും വാട്സപ്പ് ഗ്രൂപ്പ് കരിയർ ഗൈഡൻസ് സാഫ്റ്റ്വെയർ +2 കരിയർ ഗൈഡൻസ് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യുക. KA-യുടെ സെപ്പറേറ്റ് ഗ്രൂപ്പും കൊടുത്തിട്ടുണ്ട്, അതിലും ജോയിൻ ചെയ്യുക. നന്ദി, നമസ്കാരം.